ഒരു പുതിയ പ്രസ്ഥാനം നമ്മുടെ കാപ്പാട് കടപ്പുറത്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഭാഗവാക്കാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അപ്പോഴത്തെ പിള്ളേർ നരിക്കുനിക്കാരാണ്. അവരിവിടെ ഒരു ചെറിയ സെറ്റപ്പ്, അത് ഭാവിയിൽ വൻ സെറ്റപ്പായി മാറും. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നൊരു സെറ്റപ്പായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? എന്നാന്ന് ഇതിൻ്റെ പേര്? ഫ്ലേവേഡ് ഐസ്. അപ്പോൾ ആ, അപ്പോൾ പ്രസ്ഥാനം ഇന്ന് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ആദ്യത്തെ കച്ചവടം എനിക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് വയ്യ, ഞാൻ ഇതിൻ്റെ ഉദ്ഘാടകനായി. നാളെ ഇവരെ എന്നെ ഓടിച്ചിട്ടതല്ലായിരുന്നാൽ മതിയായിരുന്നു. മക്കളെ അടിച്ചു പൊളിക്കും മക്കളെ, ഒന്നും നോക്കണ്ട. ഇത് കണ്ട, നമ്മുടെ ഈ പാർക്കിൻ്റെ, കാപ്പാട് പാർക്കിൻ്റെ വലത്തെ അറ്റത്താണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനപ്പോഴത്തെ സാധനം ഇങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ട്. എൻ്റെ ക്യാഷ് കൊടുക്കട്ടെ, എന്നിട്ടുള്ള കളിയേ ഉള്ളൂ. അപ്പോൾ കാപ്പാട് ബീച്ചിൽ സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. ഓടിയോ 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 ഇങ്ങോട്ട് തന്നെ. അയ്യോ അയ്യോ അയ്യോ, ആ അയ്യോ, ഒരു ചുമ വന്ന്. ഇങ്ങോട്ട് ഓടിയോ, നീ വന്നേ. ആ ഓടി വാ, നീ വന്നേ. കുഞ്ഞി കുഞ്ഞി ഓടിയോ, ഓടി വാ, നീ വന്നേ. അങ്ങനെ കാപ്പാട് കടപ്പുറം തകർത്തു വരാൻ പോവാണ് കുഞ്ഞി. ഓടിയോ 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 വന്നേ, ഓടി വന്നേ. ഓ ഓ ഓടിയോ 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 ഓടി ഇടാടി 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 ഓടി 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 ഇടാ ഇടാ വാ. മതി മതി മതി, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അത്രയൊക്കെ പോയാൽ മതി. വാ വാ, ഇങ്ങോ വെള്ളം വന്ന്. ഓടിക്കോ 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 ഓടിക്കോ, നിൽക്കുക 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 നിൽക്കുക. അപ്പോൾ കാപ്പാട് ബീച്ചിൽ അസ്തമയമായി. ഞങ്ങൾ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അസ്തമയം കാണാൻ വേണ്ടി. അപ്പോൾ വളരെ മനോഹരമായി കാപ്പാട് ബീച്ചിൻ്റെ അസ്തമയ സൂര്യകിരണങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നുവെന്ന് പറയുന്നില്ല, കാരണം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നൈറ്റിൽ ഒരു റൈഡ് ചെയ്യാമെന്ന് ഓർക്കുകയാണ്, ശ്രമിക്കുവാണ്. നല്ല റഷുള്ള റോഡാണ്, എങ്കിലും ഇന്നൊരു 40 കിലോമീറ്റർ നൈറ്റ് സൈക്കിൾ ചവിട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഒരാൾ കിടന്നുറങ്ങുന്നത് കാണിക്കാം. ഒരാൾ നല്ല ഉറക്കത്തിലാണ്, കടപ്പുറത്ത് മണലിൽ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഇപ്പം രാത്രി മുഴുവൻ പുള്ളിക്കാരി എഴുന്നേറ്റിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. നല്ല ഉറക്കമുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു യൂണിയൻ ടെറിട്ടറിയിലോട്ട് കയറിയാലോ എന്ന് ആലോചിക്കുകയാണ്. നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. നൈറ്റ് ചവിട്ടി അവിടെ എത്തണം. ഏകദേശം 38-40 കിലോമീറ്ററോളം ഉണ്ട്. പറ്റുന്നത്രയും ചവിട്ടി പോവാം, എന്നിട്ട് എവിടെയെങ്കിലും ആൾട്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ശരി, അടുത്ത കാഴ്ചകളുമായിട്ട് നമുക്ക് ഉടനെ തിരിച്ചു വരാം. ഇതാണ് മാഹി പോലീസ് സ്റ്റേഷൻ. ഇന്നലെ ഇവിടെ വന്നപ്പോൾ ട്രാഫിക്കിലെ സാർമാരെ പരിചയപ്പെട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ രാവിലെ ഞാനിവിടെ വന്നാണ് ഫ്രഷ് ആയത്. അപ്പോൾ ഇത് ട്രാഫിക് പോലീസിൻ്റെയും പോലീസിൻ്റെയും സ്റ്റേഷനുകളാണ്. ഇവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഫ്രഞ്ച് സ്റ്റൈലിൽ തന്നെയാണ് അവരുടെ തൊപ്പിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് മാഹി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ കുഞ്ഞിയും വണ്ടിയും ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ പതിയെ
ഇവിടുന്ന് പള്ളിയിലോട്ട് പോവുകയാണ്. പള്ളിയൊക്കെ കണ്ടതിന് ശേഷം ഇറങ്ങി വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, പോയിട്ട് വരാം. ഹലോ, നമസ്കാരം. ജോക്കറിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മാഹി ബസലിക്കയിലാണ്. ബസലിക്ക ഓഫ് സെൻറ്റ് തെരേസ ഓഫ് ആവില. അപ്പോൾ നമ്മുടെ കാശ്മീർ ടു കേരള ടു കാശ്മീർ യാത്രയിൽ കോഴിക്കോട് നിന്ന് ഞാൻ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമായ മാഹിയിലെത്തിയിരിക്കുകയാണ്. മാഹി ബസലിക്കയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. 3 മണികളുള്ള ഒരു വലിയ മണിമാളിക, അതും ഫ്രഞ്ച് വാസ്തുശില്പകലയിലുള്ള ഒരു ദേവാലയമാണിത്. ഫ്രഞ്ചുകാരാണ് മാഹി അവസാനമായി ഭരിച്ചിരുന്ന ആൾക്കാർ. അതിനാൽ തന്നെ അത് ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായി തന്നെ നിലകൊള്ളുകയാണ്. മാഹിയിലെ കാഴ്ചകളിൽ പ്രധാനം ഈ ദേവാലയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ദേവാലയത്തിൻ്റെ കാഴ്ചകൾ ഉള്ളിൽ പോയി പകർത്താമോ എന്നെനിക്കറിയില്ല. എന്നാലും ഞാൻ അവിടെ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മാഹിയുടെ കാഴ്ചകളിലേക്ക് ഇന്ന് പോകാം. ഇതാണ് മാഹിയിലെ പഴയ വീടുകൾ. അതിനോട് ചേർന്നാണ് ഗവൺമെൻറ്റിൻ്റെ പോണ്ടിച്ചേരിയുടെ മാഹിയുടെ ഹൗസ് കാണാൻ പറ്റുന്നത്. ഇത് മാഹിയിലെ സ്വാതന്ത്ര്യ സേനാനികൾക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകമാണ്. ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഗാർഡൻ്റെ ഉള്ളിലാണ്. ഈ സ്മാരകത്തോട് ചേർന്ന് വിശാലമായൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മയ്യഴിപ്പുഴ. മാഹിയുടെ കടലിലേക്ക് വന്ന് ചേരുന്ന ഭാഗം. ഈ മയ്യഴിപ്പുഴയുടെ തീരത്തോടെയാണ് ഈ പാർക്കിൻ്റെ വാക്ക് വേ സ്ഥിതി ചെയ്യുന്നത്. അത് കടപ്പുറത്തേക്ക് നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇവിടുത്തെ ഹാർബർ വരുന്നത്. അങ്ങേ സൈഡിൽ കാണുന്നതും മയ്യഴിപ്പുഴയുടെ അപ്പുറത്തെ വശത്ത് കാണുന്നതും മാഹിയുടെ ഭാഗങ്ങളാണ്.
അപ്പോൾ നമ്മൾ വാക്ക് വേയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. പഴയ മാഹി കോട്ടയുടെ ഒരു ചിത്രീകരണമാണ് ഈ കാണുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ 1-2 കല്ലുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കോട്ട കവാടവുമുണ്ട്. പഴയ മാഹി കോട്ടയുടെ ഒരു ഏകദേശ രൂപം. ഇപ്പോൾ കടൽ തീരത്തൂടെ നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. മയ്യഴിപ്പുഴയും കടലും ചേരുന്ന ആ ഭാഗമാണിത്. മാഹി പോണ്ടിച്ചേരിയുടെ ഭാഗമാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കേരളത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ പോലീസ് അധികാരികളൊക്കെ മലയാളികളാണ്. അത് കുറച്ച് പേരൊക്കെ മാഹിക്കാരുണ്ട്, എന്നല്ലാതെ ഓഫീസേഴ്സൊക്കെ മലയാളികളാണ്. മാഹിയും കേരളവും ഒരേ രീതിയിലാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഇപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ഇവിടുത്തെ ലൈറ്റ് ടവർ എവിടെയാണ് കത്തിപ്പിടിക്കണം. ഇതാണ് ഇതിൻ്റെ മുകളിലാണ്. മാഹിയിലെ പഴയ വീടുകളാണ്. ആ പഴയ മോഡലിലുള്ള വീടുകൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോഴത്തെ ഇതാണ് ബീച്ച് സൈഡ്. അത് പോർട്ടാണ്, ഹാർബർ. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി വെളുപ്പിനെ വരുമ്പോഴത്തേനും അങ്ങേ സൈഡിൽ കൂടിയാണ് വന്നത്. അന്നേരത്തെയാണ് അവിടുത്തെ കോസ്റ്റൽ പോലീസ് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടില്ല, അപ്പുറത്തൂടെ പോകണമെന്ന് പറഞ്ഞ്. അന്നേരമാണ് നമ്മൾ എസ്ഐനെയൊക്കെ കണ്ടത്. അപ്പോൾ നമുക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ അവരാണ് ഒരുക്കി തന്നത്. ഇപ്പോൾ രാവിലെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഫ്രഷായിട്ട് ബീച്ച് സൈഡിലോട്ട് വന്നതാണ്. രാവിലെ എന്ന് പറയാൻ പറ്റിയില്ല, ഞാൻ എഴുന്നേറ്റത് തന്നെ 11:30-ക്കാണ്. അപ്പോൾ സാർമാർ എന്നെ വിളിച്ചായിരുന്നു. ഞാനവിടെ പോയി ഫ്രഷായി തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോൾ സൈക്കിൾ അപ്പുറത്തെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ഇവിടെ ചോദിക്കട്ടെ. അപ്പോൾ ഇതാണ് മാഹി ഹാർബർ. ചെറുവള്ളങ്ങളുടെ ഒരു ഹാർബറാണ്. അതായത് സാധാരണ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രം മത്സ്യബന്ധനത്തിന് പോകുന്ന സാധാരണക്കാരുടെ ചെറുവള്ളങ്ങളുടെ ഒരു ഹാർബറാണ്. നമുക്ക് ഈ ഹാർബറും പിന്നെ കുളച്ചൽ ഹാർബറൊക്കെയാണ് ഇങ്ങനെ ഈ രണ്ട് സൈഡും തമിഴ്നാടിൻ്റെ ഒരു ഇതിലായതുകൊണ്ടായിരിക്കാം രണ്ട് സൈഡും നമ്മുടെ പുലിമുട്ടുകൾ ഇട്ടിട്ട് കൃത്യമായിട്ട് ബോട്ടുകൾക്ക് കയറി പോകത്തക്ക രീതിയിൽ, അതായത് വലിയ തിരകൾ വരാതെ ബോട്ടിനെ സംരക്ഷിക്കാനുള്ളൊരു സംഭവമാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. രണ്ട് സൈഡും പുലിമുട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ പൊഴി മാത്രം അകത്തേക്ക് കയറത്തക്ക രീതിയിൽ. അപ്പോൾ ഈ തിരകൾ വന്നാലും നേരെ ഈ ഏരിയയിലോട്ട് തിരയടിച്ച് കയറത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഏരിയയിലോട്ട് ഡയറക്റ്റ് തിര വന്നാലും അത് അടിച്ച് കയറി വരുമ്പോഴത്തേനും ഈ ബോട്ടുകളൊക്കെ സുരക്ഷിതമായിരിക്കും. അതാണ് ഇവിടുത്തെ ഹാർബർ. ഇന്നലെ നമ്മൾ അങ്ങേ സൈഡ് വഴിയാണ് വന്നത്. പക്ഷേ ഇവിടെ ചെറുവള്ളങ്ങൾ മാത്രമാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന, വലിയ ബോട്ടുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് പതിയെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ പാറക്കല്ലുകൾ, ഒറിജിനലായിട്ടുള്ള പാറക്കല്ലുകളും കാര്യങ്ങളുമൊക്കെ കാണാൻ പറ്റും. മറ്റോ പുലിമുട്ടുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പേര് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് സൈക്കിൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് മോശമായി പോകുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് ഞാൻ കൊണ്ടുവരാഞ്ഞാണ്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷേ വേണ്ട, ഒരു പെർമിഷൻ എടുക്കാതെ നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ലൈറ്റ് ഹൗസാണ്. പക്ഷേ ഇപ്പോൾ കാറ്റാടിയൊക്കെ വെച്ച് ഇവിടെ ഇത് ഓപ്പൺ ഏരിയ ആയിരുന്നിടം കാറ്റാടികളൊക്കെ വെച്ച് കാറ്റാടി മരങ്ങളാണ് മൊത്തം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത് ലൈറ്റ് ഹൗസ് വെളിയിൽ നിന്ന് കാണത്തില്ല. അതാണ് ലൈറ്റ് ഹൗസ്. ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അതിൻ്റെ ഉള്ളിലോട്ടുള്ള പ്രവേശനം വൈകുന്നേരങ്ങളിലാണെന്ന് തോന്നുന്നു. അവിടെ
അവിടെ ഒരു ടവറും കാര്യങ്ങളും ഉണ്ട്. അത് ഇനി അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ്റെ അണ്ടറിലായതുകൊണ്ട് എവിടെ നിന്നാണ് അതിൻ്റെ പ്രവേശനമെന്ന് എനിക്കറിയില്ല. അതൊക്കെ അന്വേഷിക്കണം. ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നതാണ്. കാരണം ഇപ്പം നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ കുഞ്ഞിയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ കുഞ്ഞിയെ ബീച്ചിലോട്ടൊന്ന് കൊണ്ടുവരാം എന്ന് ഞാൻ ശ്രമിക്കുകയാണ്. പിന്നെ നായ്ശല്യം ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അവളെ കൂടെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാണ്. അപ്പോൾ ശരി, നമുക്ക് ബീച്ച് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് പോവാം. ഇനി നമുക്ക് പോകാനുള്ളത് പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ജയിൽ, ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊന്ന് ശ്രമിക്കുകയാണ്. ജയിൽ ഞാൻ രാവിലെ വന്നപ്പോൾ കണ്ടിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും വന്ന് ടെൻ്റ് അടിച്ച് കിടക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഭാഗത്തോട്ട് വരണേൽ കൂടെ നമുക്കുള്ള കുഴപ്പം, ഈ വാക്ക് വേയിലൂടെ മാത്രമേ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റൂ. അപ്പുറത്തെ സൈഡിൽ കൂടി ഒന്നും വഴിയില്ല. കാരണം മണൽ മാത്രമേ ഉള്ളൂ, മണൽ, അല്ലാതെ റോഡായിട്ടൊന്നുമില്ല. ഈ വീടുകളുടെയൊക്കെ സൈഡിൽ മണൽ റോഡുകളാണ്, മണൽ മാത്രം. കാര്യം പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് സൈക്കിൾ വെച്ചിട്ട് ഇവിടെ കിടന്നൊന്ന് ഉറങ്ങാമായിരുന്നു. പിന്നെ അതങ്ങ് വേണ്ടെന്ന് വെച്ചു. ഇവിടെയൊക്കെ നമുക്ക് കുഞ്ഞിനെയായിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്.